നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. 2047 ആകുമ്പോഴേക്കും ഭാരതം വികസിതമാകണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി ഭാരതി പവാർ. ഭാരതം വികസിതമാകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണമെന്നും ഭാരതി പവാർ. വേനൽ മഴയ്ക്കൊപ്പം കെടുതികളും. ശക്തമായ കാറ്റിൽ ഉത്സവ ഗോപുരം തകർന്ന് KSRTC ബസിന് മുകളിൽ വീണു. ആലപ്പുഴ അറവുകാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗോപുരമാണ് തകർന്നത്. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. 2047 ആകുമ്പോഴേക്കും ഭാരതം വികസിതമാകണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി ഭാരതി പവാർ. ഭാരതം വികസിതമാകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്നാൽ വികസനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും. കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണമെന്നും അവർ പറഞ്ഞു. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭാരതി പവാർ. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതത്തെ ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് മുൻ കേന്ദ്രമന്ത്രി ഭാരതി പവാർ പറഞ്ഞു. NDA കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. വികസിത കേരളമാണ് NDAയുടെ ലക്ഷ്യമെന്നും അതിനായി NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും ഭാരതി പവാർ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾ മനസ്സിലാക്കുകയും സംസ്ഥാന ഗവൺമെന്റും NDAക്ക് വോട്ട് ചെയ്യുകയും സെൻട്രൽ ഗവൺമെന്റും NDA ആയിരിക്കുന്ന സമയത്ത് അവിടെ വികസന പ്രവർത്തനങ്ങളിലും ബഡ്ജറ്റിലും കൂടുതൽ കാര്യങ്ങൾ അത്തരം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാറുണ്ട്. ബട്ട് ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒരേ പാർട്ടിയുടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ എഞ്ചിൻ പോയിട്ട് സിംഗിൾ എഞ്ചിൻ പോലും ഇല്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ വികസനമോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഒന്നും ലഭിക്കാത്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 9 നിങ്ങളുടെ ഒരു ഇളയ സഹോദരി എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ജിതിന് എല്ലാവരും വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നുള്ളത്. मोदी जी हमेशा कहते हैं कि आत्मनिर्भर भारत. तो व्हाट इज दैट आत्मनिर्भर भारत? हमारा खुद को हमको आगे लेके जाना है. हमारा स्ट्रेंथ है, हम कर सकते हैं. किसी को पता नहीं था हम लोग वैक्सीन भी बनाएंगे और वैक्सीन भी देंगे. नहीं तो कांग्रेस मेंटेलिटी था वो वैक्सीन लेके आने का फिर 2-2 महीने में देने का. मोदी जी बोले अभी बदल गए हम लोग, हम भी बनाएंगे, हम भी देंगे और दूसरों को मदद भी करेंगे. ये बदलता हुआ भारत हम लोग देख रहे हैं. लेकिन पार्लियामेंट में देखेंगे तो मैं तो देखे आई हूँ, कुछ भी है तो राहुल गांधी खड़े होके अरे ये नहीं हुआ, वैक्सीन नहीं मिला. भाई 70 साल में आप क्या किया, आपका गवर्नमेंट क्या किया, इसका जवाब लोग पूछते हैं तो वो बोलते नहीं है, वो निकल जाते. अभी जतिन जी वो बोल रहे हैं ये शॉर्टेज है वो शॉर्टेज है. 70 साल में इन्होंने कभी ध्यान नहीं दिया भारत में, कभी सोलर एनर्जी पे काम नहीं किया. अभी मोदी जी कह रहे हैं सोलर एनर्जी सिंस लास्ट 5 years बजट एलोकेशन हुआ, सोलर एनर्जी पे काम कर रहे हैं तो अभी उसका फायदा हमको मिलेगा. BJP ഇലക്ഷൻ ഇൻചാർജ് മാലുമേൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി രാജീവ്, തൊടിയൂർ രാമചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് മുരളി, ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് വിജു ക്ലിയന്തറ, ജനറൽ സെക്രട്ടറിമാരായ ശംഭു ദിവാൻ, കുട്ടൻ ശാന്തി, R രഞ്ജിത്ത്, തൊടിയൂർ വസന്തകുമാരി, S സുബിൻ, ശ്രീജ അശോകൻ, സുനിൽ സാഫല്യം, ജോബ് പാപ്പച്ചൻ, BDT മണ്ഡലം പ്രസിഡന്റ് ആദർശ്, NDA സ്ഥാനാർത്ഥി VS ജിതിൻ ദേവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഭൗതിക അധികാരത്തേക്കാൾ ഉപരിയായി സ്നേഹത്തിലൂടെയും വിനയത്തിലൂടെയും മനുഷ്യഹൃദയങ്ങൾ കീഴടക്കാമെന്ന സന്ദേശമാണ് ഓശാന ഞായർ നൽകുന്നത്. ഓശാനയോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി.
യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ സമൂഹം കുരുത്തോല പെരുന്നാൾ ആചരിച്ചത്. ക്രിസ്തുദേവൻ കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ ഒലിവ് മരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ദാവീദിൻ പുത്രന് ഓശാന പാടി വരവേറ്റ സംഭവത്തെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. വലിയ നോമ്പിലെ ഏറ്റവും ഭക്തിസാന്ദ്രമായ വിശുദ്ധവാരത്തിന് ഈ ദിനത്തിലൂടെ തുടക്കമാവുകയാണ്. ലോകം കണ്ടിട്ടുള്ള രാജാക്കന്മാരെല്ലാം കുതിരപ്പുറത്തും തേരിലുമായി സൈന്യത്തിന്റെ അകമ്പടിയോടെ അധികാരം പ്രകടിപ്പിച്ചപ്പോൾ യേശു തെരഞ്ഞെടുത്തത് സമാധാനത്തിന്റെ പ്രതീകമായ ഒരു കഴുതക്കുട്ടിയെയായിരുന്നു. ഭൗതികമായ അധികാരത്തെക്കാൾ ഉപരിയായി സ്നേഹത്തിലൂടെയും വിനയത്തിലൂടെയും മനുഷ്യഹൃദയങ്ങൾ കീഴടക്കാമെന്ന വലിയ പാഠമാണ് ഓശാന നൽകുന്നത്. പള്ളികളിൽ ഓശാനയുടെ ഭാഗമായി വെഞ്ചരിച്ച കുരുത്തോലകൾ വിശ്വാസികൾ വീടുകളിൽ സൂക്ഷിക്കും. വിവിധങ്ങളായ ചടങ്ങുകളാണ് ദേവാലയങ്ങളിൽ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട് നടന്നത്. നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വം. കുരുത്തോല പ്രദക്ഷിണവും നടന്നു. പീഡാനുഭവ വാരാചരണത്തിന് തുടക്കം കുറിച്ച് പോരുവഴി മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിൽ ഓശാന ഞായർ ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശക്തമായ കാറ്റിൽ ഉത്സവ ഗോപുരം തകർന്ന് ബസിന് മുകളിൽ വീണു. ആലപ്പുഴ പുന്നപ്ര അറവുകാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് സ്ഥാപിച്ച ഗോപുരമാണ് തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശക്തമായ കാറ്റിലാണ് ഉത്സവ ഗോപുരം ബസിന് മുകളിലേക്ക് തകർന്നു വീണത്. ആലപ്പുഴ പുന്നപ്ര അറവുകാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് സ്ഥാപിച്ച ഗോപുരമാണ് KSRTC ബസിന്റെ മുകളിലേക്ക് തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈദ്യുത ദീപാലങ്കാരങ്ങൾ ഒരുക്കിയിരുന്ന ഗോപുരമാണ് തകർന്നത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കൊല്ലം ജില്ലാ കൺവെൻഷൻ നടത്തി. സംഘടനയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ ആദരിച്ചു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ കൊല്ലം ജില്ലാ കൺവെൻഷനാണ് നടത്തിയത്. സംഘടനയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി മുതിർന്ന നേതാക്കളെ പരിപാടിയിൽ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ ഭാവി സുരക്ഷയ്ക്കും KSEBയെ സംരക്ഷിക്കുന്നതിന് പൊതുസമൂഹം മുന്നോട്ട് വരുന്നതും സന്തോഷകരമായ കാര്യമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ സ്വകാര്യ മേഖലയുടെ കടന്നുവരവിനെ തോൽപ്പിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ സംഘടന 50 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നമ്മൾ ആലോചിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 1957 ഏപ്രിൽ മാസം 1-ാം തീയതി അന്നുവരെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റായിരുന്ന ഒരു സംവിധാനത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിക്കൊണ്ട് ആ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്തൊന്നും സംഘടനാ പ്രവർത്തനം വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലായിരുന്നില്ല. നേരെ മറിച്ച് ഓരോ കാറ്റഗറിക്കും നമുക്കറിയാം, ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ കാറ്റഗറികളുണ്ട്. വർക്കർ, ഡ്രൈവർ, അങ്ങനെ തുടങ്ങി അങ്ങനെ മേലറ്റം സബ് എഞ്ചിനീയർ വരെ വരുന്ന വർക്കർമാരുടെ കാറ്റഗറി, മറുവശത്ത് OA മുതൽ SS വരെ വരുന്ന ഒരു വിഭാഗം, അതിൻ്റെ മേലോട്ടുള്ള SS ഓഫീസറായി SA വരെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആ കാറ്റഗറിക്ക് എല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വ്യത്യസ്തമായ ശമ്പള ഭക്ഷണ രീതികളുമൊക്കെയാണ് ഇവിടെ നിലനിന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലധികം നമ്മുടെ നാട് ഭരിച്ചിരുന്ന ഒരു കൊളോണിയൽ സംസ്കാരം, ആ ബ്രിട്ടീഷ് സംസ്കാരം, അവർ പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഇതിനകത്തെ തൊഴിലാളികളെയും ഓഫീസർമാരെയും എല്ലാം ഭിന്നിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സൂത്രത്തിൽ കൊണ്ടുപോകുന്ന സംവിധാനമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. ജില്ലാ പ്രസിഡന്റ് R ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജികുമാർ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബീന പ്രസാദ്, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി അശ്വതി, സംസ്ഥാന ട്രഷറർ ഫിലിപ്പോസ്, ജില്ലാ സെക്രട്ടറി പ്രദീപ് കുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ഷാജി, ഡിവിഷൻ പ്രസിഡന്റ് രതീഷ് കുമാർ, സെക്രട്ടറി നിക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിൽ ഉത്സവം കാണാനെത്തിയ യുവതിയെ പോലീസ് മർദ്ദിച്ചു. ഭർത്താവിനൊപ്പം ക്ഷേത്രത്തിലെത്തിയ യുവതിക്കാണ് മർദ്ദനമേറ്റത്.
യുവതിയെ മർദ്ദിച്ച SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കുണ്ടറയിലാണ് യുവതിക്കു നേരെ പോലീസ് അതിക്രമം ഉണ്ടായത്. കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ ഭർത്താവിനൊപ്പം എത്തിയ യുവതിയെ മർദ്ദിച്ചതായാണ് പരാതി. കുണ്ടറ SI കിരണാണ് മർദ്ദിച്ചതെന്ന് യുവതി പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. സംഭവത്തിൽ SP-ക്കുൾപ്പെടെ പരാതി നൽകി. കാഞ്ഞിരങ്കോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാനെത്തിയപ്പോഴായിരുന്നു യുവതിക്ക് മർദ്ദനമേറ്റത്. യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇതേസമയം യുവതിയുടെ ഭർത്താവ് ജോലി തടസ്സപ്പെടുത്തിയതായാണ് പോലീസ് FIR-ൽ പറയുന്നത്. യുവതിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. പേരൂർ സ്വദേശിനിയെ മർദ്ദിച്ച കുണ്ടറ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുണ്ടറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഡിവൈഎഫ്ഐ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. പെൺകുട്ടിയെ മർദ്ദിച്ച SI കിരണിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത്. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് MS ശബരിനാഥ്, ജില്ലാ കമ്മിറ്റി അംഗം അൻസർ, കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് അമൽ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അനധികൃതമായി മൈക്ക് പ്രചാരണം നടത്തിയ വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. അഞ്ചലിലാണ് സംഭവം. UDFന്റെ പ്രചാരണ വാഹനമാണ് പിടിച്ചെടുത്തത്. അഞ്ചലിലാണ് അനധികൃതമായി മൈക്ക് പ്രചാരണം നടത്തിയ വാഹനം പിടിച്ചെടുത്തത്. UDFന്റെ പ്രചരണ വാഹനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പിടിച്ചെടുത്ത വാഹനം നിയമ നടപടികൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് വിട്ടു നൽകുമെന്ന് അധികൃതർ പറഞ്ഞു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. ഏപ്രിൽ 1 വരെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂടിനാശ്വാസമായി വേനൽ മഴയ്ക്ക് സാധ്യത. ഏപ്രിൽ 1 വരെ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഈ വർഷം ഉഷ്ണതരംഗത്തിന് സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനാലകളും വാതിലും അടച്ചിടണം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക്. ജനങ്ങൾക്ക് പൊറുതിമുട്ടിയ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ UDF അധികാരത്തിലെത്തണമെന്നും ചാത്തന്നൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സൂരജ് രവി. സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞതായി LDF സ്ഥാനാർത്ഥി R രാജേന്ദ്രൻ. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ നിരവധി പേർക്കാണ് പ്രയോജനം ഉണ്ടായതെന്ന് NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മൂവരും. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ചാത്തന്നൂരിലെ വികസനത്തിന് തിരിച്ചടിയായെന്നും എല്ലാ മേഖലകളിലും ജനങ്ങൾ ഈ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയെന്നും UDF സർക്കാർ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണൂ എന്നും ചാത്തന്നൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സൂരജ് രവി. UDFന്റെ നേതൃത്വത്തിലും അറിയാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിക്കാണ് അറിയാവുന്നത് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹം ആധികാരികമായിട്ടാണ് ഇവിടെ ഫോർവേഡ് ബ്ലോക്കിൽ നിന്ന് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെ പ്രചരണം ആരംഭിച്ചു. അതിനുശേഷം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. എന്ത് പ്രചരണമാണ് അദ്ദേഹം ആരംഭിച്ചത് എന്ന് ഒന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എവിടെങ്കിലും ഒരു കോണർ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റിയിലെങ്കിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ എന്നത്. സ്വാഭാവികമായിട്ടും ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കുന്നു എന്ന് വന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതിനകത്ത് രഹസ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോഴാണ് അദ്ദേഹവുമായിട്ട് UDFന്റെയും കോൺഗ്രസിന്റെയും ഉന്നത നേതൃത്വം അദ്ദേഹവുമായിട്ട് ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തി. അദ്ദേഹത്തിന്റെ പൂർണ്ണ മനസ്സോടെ അദ്ദേഹം
അദ്ദേഹം ക്ലെയിം ചെയ്തതല്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് ഇതിനകത്ത് വലിയ രഹസ്യ സ്വഭാവമൊന്നും. എന്നാൽ സമഗ്ര മേഖലകളിലും വികസനം കൊണ്ടുവരാൻ LDF സർക്കാരിനും ചാത്തന്നൂർ MLA ജയലാലിനും കഴിഞ്ഞുവെന്നും LDF സ്ഥാനാർത്ഥി R രാജേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദീർഘദൃഷ്ടിയോടുകൂടി ആസൂത്രിതമായി നടന്ന 10 വർഷങ്ങളാണ് 2016 മുതൽ സമയം വരെ നടന്നിട്ടുള്ളത്. ഒരുപാട് തരം പ്രതിസന്ധികൾ കേരള ജനത നേരിട്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഞാനതൊന്നും വിശദീകരിച്ചു പോകുന്നില്ല. നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പുതിയ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഉണ്ടായ ഭരണകാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഇത്രയേറെ കേരളത്തോട് അവഗണനയും വഞ്ചനയും കാണിച്ചിട്ടുള്ള ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവഗണന പല രൂപത്തിലും മുമ്പുണ്ടായിട്ടില്ലെങ്കിൽ ഇത്രയേറെ കേരളത്തോട് പകപോക്കുന്ന ഒരു സമീപനം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ദുരന്തങ്ങളുണ്ടായ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സഹായ ഹസ്തം കൊടുക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത പോലും മറന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. കേരള സർക്കാരിനെ ശ്വാസം പൊട്ടിക്കുന്ന തരത്തിൽ സാമ്പത്തിക വിരോധവും മറ്റെല്ലാ തരത്തിലുമുള്ള രീതിയിലുള്ള സമ്മർദ്ദങ്ങളും കേരളത്തിന് മേളിൽ ചെലുത്താൻ കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കിസാൻ സമ്മാൻ നിധി വഴി നിരവധി പേർക്ക് ആശ്വാസം കിട്ടിയെന്നും ആരോഗ്യമേഖല, ഇൻഷുറൻസ്, ഗ്യാസ് കണക്ഷനുകൾ ഉൾപ്പെടെ നിരവധി കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് ലഭിച്ചതിനാൽ ഇത്തവണ ചാത്തന്നൂരിൽ NDA സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ പറഞ്ഞു. ചാത്തന്നൂരിനെ സംബന്ധിച്ചോളം ഒരു മാറ്റത്തിനാണ് ചാത്തന്നൂർ ആഗ്രഹിക്കുന്നത്. 2016-ലും 2021-ലും NDA BJPയെ 2ാം സ്ഥാനത്ത് എത്തിച്ചത് ഇത്തവണ 1ാം സ്ഥാനത്തെത്തി ഒരു പരീക്ഷണം നടത്തണം. അതാണ് ചാത്തന്നൂരിൻ്റെ ഒരു പൊതുവികാരം. ചാത്തന്നൂരിന് അനന്തമായ വികസന സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ വികസന സാധ്യതകൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തി അവിടുത്തെ നിയമസഭാ സാമാജികത എന്നുള്ളതും ഒരു സജീവമായ ചർച്ചയാണ്. നിരവധി വിഷയങ്ങളുണ്ട്. 10 മിനിറ്റിനുള്ളിൽ എല്ലാ വിഷയങ്ങളും ചർച്ചപ്പെടേണ്ടതല്ല. അതാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബഹുമാനായ പട്നായക് സാർ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കേരളത്തിൽ പുതുതായി താലൂക്ക് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരളത്തിൽ ഇനി ഒരു താലൂക്ക് രൂപീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെടേണ്ടത് ചാത്തന്നൂർ താലൂക്കായിരിക്കണമെന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത്. പക്ഷേ നാളിതുവരെ ആ താലൂക്ക് രൂപീകരണം ചാത്തന്നൂരിൽ. കൊല്ലം പ്രസ് ക്ലബിൽ വോട്ടും വാക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മൂവരും. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ, ട്രഷറർ കണ്ണൻ നായർ, നിർവാഹക സമിതി അംഗം ജയൻ മഠത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടൻ സലീം കുമാർ റോഡ് ഷോ നടത്തി. കുണ്ടറ ആറുമുറിക്കടയിൽ നിന്നുമാണ് റോഡ് ഷോ നടത്തിയത്. കൊട്ടാരക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി P. ഐഷ പോറ്റിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് റോഡ് ഷോ നടത്തിയത്. നടൻ സലീം കുമാർ റോഡ് ഷോയിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഭിജാതൻ കൊട്ടാരക്കരയിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇത് ട്രാഫിക് ബ്ലോക്ക് ആയതിൻ്റെ പേരിൽ അധികം സംസാരിക്കുന്നില്ല. ഐഷ പോറ്റി ചേച്ചിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കൊട്ടാരക്കരയുടെ MLA ആയി ഒരു വട്ടം കൂടി ശ്രീമതി ഐഷ പോറ്റിയെ വിജയിപ്പിക്കണമെന്ന്, അത് വൻപിച്ച വോട്ടിന് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
ജനങ്ങൾ നൽകുന്ന കരുതലുമാണ് ഞങ്ങളുടെ ഈ ശക്തി. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും. കേരളത്തിൽ ഒരു UDF ഭരണം ശക്തമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ ആ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. KSU യൂത്ത് കോൺഗ്രസും മുൻകൈയെടുത്തുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല പ്രചരണ പ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റോഡ് ഷോ നല്ലൊരു വിജയമാകട്ടെ. അതൊരു വലിയ വിജയത്തിലേക്ക്, ഇവിടുത്തെ ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുണ്ടറ ആറുമുറിക്കടയിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. എഴുകോൺ, നെടുവത്തൂർ, കൊട്ടാരക്കര ടൗൺ, കിഴക്കേ തെരുവ് വഴി പത്തനാപുരം നിയോജകമണ്ഡലത്തിലേക്ക് റോഡ് ഷോ പ്രവേശിച്ചു. വൻ ജനാവലിയാണ് റോഡ് ഷോയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 ആകുമ്പോഴേക്കും ഭാരതം വികസിതമാകണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി ഭാരതി പവാർ. ഭാരതം വികസിതമാകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണമെന്നും ഭാരതി പവാർ. വേനൽ മഴയ്ക്കൊപ്പം കെടുതികളും. ശക്തമായ കാറ്റിൽ ഉത്സവ ഗോപുരം തകർന്ന് KSRTC ബസിന് മുകളിൽ വീണു. ആലപ്പുഴ അറവുകാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗോപുരമാണ് തകർന്നത്. യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.